മുസ്ലിം സമുദായത്തിൽ ഒരു ഓഷോൻ്റെ ഇൽമ പറയാൻ കഴിയും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ എന്നെ നോക്കിക്കളി, അത് ഞാനാണ്, അത് റബ്ബിൻ്റെ തൗഫീഖാണ്. എങ്ങനെ കിട്ടി നിങ്ങൾ ചോദിക്കണ്ട, എനിക്ക് എങ്ങനെയും കിട്ടും. പക്ഷെ ആ ക്ലാസ്സിന് വരണം, ഭാര്യയും ഭർത്താവും വരണം. എന്നിട്ട് വീട് ക്ലിയറാക്കുക. നേരം വെളുത്താലും നേരം വെളുത്താൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സുഖമില്ല. ഞാൻ പോരെങ്ങനെ നന്നാവുക? ബസ്സിന് പോകാൻ പൈസ ഇല്ല കുട്ടികളാണ്, തള്ള എന്താ പറയുക, തൻ്റെ അപ്പുറത്ത് അതിനോട് ചോദിക്കും. ഞാൻ എൻ്റെ നന്ദ പറയാറില്ലേ? എന്താ കാരണം? ഓടി തടയാനുള്ള ബന്ധം ശരിയില്ല. എല്ലാം ശരിയാകണം ഒരു മനുഷ്യന് എല്ലാം കണ്ണിന് വേണ്ടി കണ്ണിന് കിട്ടണം, കണ്ണിന് വേണ്ടി കണ്ണ് കിട്ടണ്ടേ. ഇതാ നളർത്തഹാ സർറത്തുക, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. അപ്പൊ കണ്ണിന്റെ അവകാശമാണ് എന്ത്? സൗന്ദര്യം നോക്കുക. ആരൻ്റെ നിങ്ങളല്ല പറയാൻ കഴി ഇങ്ങനെ നിൽക്കും ചെയ്തി മേപ്പെട്ടോക്കി നടന്നാൽ എൻ്റെ കുടുംബം നന്നാവും. അതിനുണ്ടടാ ഇൽമ്. ഇതാ നളർത്തഹ എന്താ പറഞ്ഞത്? അർത്ഥമൊക്കെ അതിലൊക്കെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. പറയും ഇതാ നളർത്തഹ, നീ അവളെ നോക്കിയാൽ സർറത്തുക, ആ നോട്ടം തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലാവും. അപ്പൊ നിന്റെ കണ്ണിനൊരു അവകാശം ഉണ്ട്. എന്ത്? സൗന്ദര്യം എന്റെ ഓളെ നോക്കുക. നീ ഒഴിവാക്ക് അശ്രദ്ധരുടെ മധ്യത്തെ നിസാരപ്പെടുത്തിയ നിലയിൽ ഹാഫിലിങ്ങളെ നമുക്ക് വേണ്ട. നമ്മൾ ആശക്കയങ്ങളാണ്. അപ്പൊ ആശക്കയങ്ങളാവുമ്പോ അസലിതാക്കിരിയങ്ങളാ. കൽബിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? അള്ളാഹു. അള്ളാന്റെ റസൂലല്ലേ. അള്ള ഇവിടെ അല്ലാതെ എങ്ങനെ റസൂൽ ഉണ്ടാകുക? ഇത് അങ്ങനെ തന്നെയല്ലേ? അള്ള ഇവിടെ അല്ലാതെ എങ്ങനെ റസൂൽ ഉണ്ടാവുമോ? പറയും അള്ള ഇവിടെ അല്ല, റസൂൽ ഒറ്റക്ക് ഉണ്ടാവുമോ? റസൂലുള്ളല്ലേ. അള്ള ഉണ്ടായാലല്ലേ ഇവിടെ ആരുണ്ടാവുള്ളൂ? റസൂൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മുഹമ്മദ് അല്ലേ. റസൂലുള്ളാഹ് വേറെ അല്ലേ. അള്ളാഹു തന്നെ നമ്മളെ റസൂലുള്ളാഹിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൽബിൽ നിറച്ചിട്ട് അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെ ചേർത്ത് തരട്ടെ. പിന്നെ ഒറ്റ ഓടിച്ച് ബാക്കി എന്റെ കൂടെയുള്ള ആശിഖീങ്ങൾ അവര് മത്ത് പിടിച്ചവരാണ്. ബിലാ ഇസ്മിൻ, മതോന്മത്തർ കള്ളുകുടിയന്മാർ എന്ന് പേരില്ലാതെയും വഖൗലിൻ തലവേദന ഇല്ലാതെയും. കള്ളുടിച്ചാൽ തലവേദന ഉണ്ടാവും, അതൊന്നും എൻ്റെ ആളുകൾക്കില്ല. സുക്കാറ, എൻ്റെ കൂടെയുള്ള ആശിഖീങ്ങൾ മത്ത് പിടിച്ചവരാ. ബിലാ ഇസ്മിൻ, ഇസ്മില്ലാതെ. എന്നാൽ മത്ത് പിടിയന്മാർ ആര് പറയോ? ഇല്ല. കള്ളുടിയന്മാരെന്നറിയോ? അതും ഇല്ല. ഗൗല് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത. കള്ളുടിച്ചാൽ അതിനൊരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അപ്പോൾ കള്ളുടിച്ചാൽ തലക്ക് അതിൻ്റെ ചിറ്റലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബോധം പോയിട്ട് എന്ത് ചെയ്യും? ഒന്ന് കവുന്ന് നടക്കും. ഏറ്റവും ചുരുങ്ങിയതും വലിയ കവുന്ന് നടക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഓനിങ്ങനെ തല ചുറ്റും. അതാണ് അവൻ്റെ കാല് ലാമൽഫാണ്. മനസ്സിലായില്ല? കാല് അങ്ങോട്ട് കൊണ്ട് പോയത് എന്തുകൊണ്ട്? ഓല് ഒരു തലക്കൊരു പെരുക്കലുണ്ടായി. മനസ്സിലായില്ലേ? ഞാൻ കള്ളൊഴിച്ചു കൊടുക്കണ കുടിയന്മാരുണ്ടല്ലോ, ഇവർക്ക് എന്തുണ്ടാവും? മത്ത് പിടിക്കും. പക്ഷെ എന്തില്ല? തലവേദന ഉണ്ടാവില്ല. ബിലാ ഇസ്മിൻ, കള്ളുടിയന്മാരുടെ പേരുണ്ടാവില്ല. ഒഴിച്ചു കൊടുക്കണ ഞാനാ. ഫയാലവും വല്ലാത്ത അത്ഭുതം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. എന്താണ് കിട്ടുന്നത്? അവരുടെ സമയം ഏറെ ശുദ്ധമായിട്ടുണ്ട്, സ്ഫുടമായി പോയിട്ടുണ്ട്. എന്റെ ആശിഖീങ്ങൾ ഞാൻ മുഹമ്മദിയ മദ്യം ഒഴിച്ചിങ്ങനെ കൊടുക്കും, അതവര് കുടിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് മത്ത് പിടിച്ചിട്ടുമുണ്ട്. എന്നാൽ അവർക്ക് കള്ളുകുടിയന്മാർ എന്ന പേരും ഇല്ല. അവർ കുടിക്കുന്ന മദ്യത്തിന് കള്ള് എന്ന പേരും ഇല്ല. അത് കാരണം അവരെ തല പെരുത്തിട്ടും ഇല്ല. പിന്നെ ഫയാലവും അവർക്ക് കിട്ടുന്ന നേട്ടം എത്ര അതുർപ്പകരമാണ്, എത്ര അത്ഭുതമാണ്. അവരുടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന കള്ള് കുടിച്ചവരുണ്ടല്ലോ, അവരുടെ സമയം സ്ഫുടം ചെയ്തതാണ്. അവർക്ക് ലഭിക്കുന്ന അധികാരം വളരെ വലിയതുമാണ്. ഞാൻ മുമ്പ് ഒരു ആയത്തിന് അർത്ഥം വെച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്.
പണ്ട് ഒരു 15 ക്ലാസ് മുമ്പ് കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്ക്, മുൽക്കിനെ നീ കൊടുക്കും. അപ്പോൾ മുൽക്ക് നീ കൊടുത്താൽ എനിക്ക് മുൽക്ക് കിട്ടി. ആണോ അല്ലേ? ഞങ്ങൾക്ക് വെള്ളം തന്നാൽ, ഞങ്ങൾക്ക് വെള്ളം തന്നു, എണീക്കോ, ഞാൻ അവന് പോലെട്ടാ വെള്ളം കൊടുത്തു. ഇപ്പോൾ എന്ത് കിട്ടി? വെള്ളം കിട്ടി. ഓൻ വെള്ളം എനിക്ക് തന്നു, ഇപ്പം എനിക്കെന്ത് കിട്ടി? വെള്ളം കിട്ടി. ഇനി അർത്ഥം വെക്കട എങ്ങായി? ഏത് തഫ്സീറിലാണുള്ളത്? ഒന്ന് മേപ്പിട്ട് നോക്കി, കുറേ കാലം നടക്കി, എന്നിട്ട് പറഞ്ഞു തരുന്നു. കുറച്ച് അങ്ങനെ നടക്കി. കുറേ ആളുകൾ അന്തം വിട്ട് നടന്നിരുന്നു. ഞാൻ മറ്റേ മറജൽ ബഹ്റൈനിക്ക് അർത്ഥം വന്നപ്പോൾ അങ്ങനെ അന്തം വിട്ടു. ആരോ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഒരു വലിയ സ്ഥാനോട് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, അയാൾക്ക് വല്ല ജിന്നുകളും പറഞ്ഞു നിർത്തിയിട്ടുണ്ടോ? എനിക്കൊരു ജിന്നും പറഞ്ഞു തരില്ല, ഒരു ജിന്നിൻ്റെ കൂടെ അല്ല, ഒരു ജിന്നും എനിക്കോട്ട് പറഞ്ഞു തരണമില്ല, ഒരു ജിന്നും എൻ്റെ കൂടെയില്ല, എൻ്റെ കൂടെ ഇൻസല്ലാതെ ഒന്നുമില്ല, ജിന്ന് ഇല്ല. എന്നെപ്പറ്റി ഒരാൾ ജിന്ന് കൂടി ഒന്ന് വാദിച്ചാൽ മഹേശ്വരി ഞാൻ പിടിക്കും. ഞാൻ ജിന്നുള്ള ആളല്ല, എനിക്ക് ജിന്നേ ഇല്ല, ഞാൻ ജിന്ന് പറഞ്ഞ് വിശ്വസിക്കൂല. തിജാനികൾ അങ്ങനെ ജിന്നിനെ പിടിക്കുന്ന ആളല്ല. ഞാൻ തിജാനിയാണ്, ഞാൻ ജിന്നിനെ പിടിക്കുന്ന ആളല്ല. തിജാനികൾ ജിന്നിനെ പിടിക്കൂല. എന്നാൽ ഇൻസില്ലേ? ഇൻസുണ്ട്, ജിന്നില്ല. ജിന്നിൻ്റെ സദസ്സിൽ വരാറുണ്ട്, ഇൻസില്ല. ഇൻസ് ജിന്നും വരാറുണ്ട്, വരും. പക്ഷെ ഞാൻ അവരൊന്നും പിടിച്ചിട്ടില്ല, ഒന്നും എനിക്കൊന്നും പറഞ്ഞു കിട്ടില്ല. അപ്പൊ ഇതുപോലെ നീ കൊടുക്കും, നീ ഉദ്ദേശിച്ചവർക്ക് നീ അധികാരം കൊടുക്കും. അധികാരം കൊടുത്താൽ അവർക്ക് അധികാരം കിട്ടും. അവർക്ക് അധികാരം കിട്ടി. അപ്പൊ മൊയ്തീൻ ഷേഖ് അധികാരിയാണ് ഈ ലോകത്ത്. ഭൂമി ഓരുണ്ടാ പോൽ എൻ കയ്യിലെന്നോർ, എൻ്റെ മുൽക്ക് അള്ള കൊടുത്താണ്. അങ്ങനെ വേനച്ചോക്ക ഒരു വലിയ പറഞ്ഞാൽ തെവിൽ ചെയ്യല്ലേ വേണ്ടത്? അതല്ലേ എൻ്റെ അർത്ഥം. തൂത്തിൽ മുൽക്ക, നീ മുൽക്ക് കൊടുക്കും. മന്തഷാ, നീ ഉദ്ദേശിച്ചവർക്ക്. അതിൽ മൊഹീദ്ദീൻ ഷേഖ് പെടൂലെന്ന് ആര് പറഞ്ഞു? പെടുതന്നെ വേണ്ട. കോടി കഴിഞ്ഞ കാല മുഅ്മിനീങ്ങളും ഏറ്റവും മഹാനെന്ന് പറഞ്ഞ ആളാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ. പിന്നെ പെടൂലേ? ആ ആൾക്കല്ലെങ്കിൽ അള്ളാഹു മുൽക്ക് കൊടുക്കൂലേ? അപ്പം ആ ആൾക്ക് ഭൂമി ഒരു ഉണ്ടെന്നെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഭൂമി ഒരുണ്ടാ പോൽ എൻ കയ്യിലെന്നോർ, ഭൂമി അതൊക്കെയും ഒരു ചുമടൊന്നോർ. എനിക്ക് ഭൂമി ഒരു കാലുണ്ട് എടുത്തേക്കാനേ ഉള്ളൂ. എന്ത്? അതൊരു മുൽക്കാണ്. ഒട്ടകത്തിൻ്റെ കാൽച്ചവിട്ടിയിൽ ഒരു കാലെടുത്ത് വെക്കും സയ്യിദുനാ അലി. അടുത്ത കാലം അപ്പുറത്ത് വെക്കുമ്പോഴത്തേന് ഖുർആന മറത്തൻ വാഹിദ, ഒരു വട്ടം ഖുർആൻ ഓർത്ത് തീർക്കും. അതെങ്ങനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തണ്ടേ? അതൊരു മുൽക്കാണ്. ആര് കൊടുത്തു? അല്ലാഹു. അത് മുസ്തഫ നബിന്റെ അഖല്ലേ, കൊടുക്കൂലേ? അതെ റസൂലുള്ളാഹിന്റെ വാതിൽക്കൽ നിൽക്കല്ലേ, കിട്ടൂലേ? അതെ അള്ളാഹിന്റെ റസൂലിന്റെ ഇൽമിന്റെ വാതിലാന്ന് പറഞ്ഞല്ലോ. അതെ ആലിയാരെ പറ്റി സുൽത്താന്റെ ഇൽമിന്റെ വാതിലാന്ന് ഈ കിതാബിലുണ്ട് ആലിയാരെ പറ്റി. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് ഒരു കാല് ഒട്ടകത്തിൽ, അതെങ്ങനെ എനിക്കറിയൂല, പക്ഷെ കിതാബിൽ അങ്ങനെ ഉണ്ട്. സത്യസന്ധന്മാരായ മഹാന്മാരെ എഴുതിയ കിതാബിൽ നിങ്ങൾ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് സത്യമാണ്, നിങ്ങൾ കളവായിക്കോളൂ, എനിക്ക് സത്യമാണ്. എന്തുകൊണ്ട്? അതൊക്കെ നിസ്സാരാണോ? ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ റസൂലുള്ള ചന്ദ്രനെ പിളർത്തിൽ എനിക്ക് നിസ്സാരാണ്. എനിക്ക് റസൂലുള്ള ആകാശത്തിന് അങ്ങനെ ഓരോ സൈസാക്കിയിട്ട് റസൂലുള്ള അങ്ങനെ മടക്കി ചുരുട്ടിയിട്ട് സഞ്ചിയിലിട്ടിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് നടന്നു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കാരണം അതിനേക്കാളും വലിയ ആളാണ് ആര്? റസൂലുള്ള. എന്ത് റസൂലുള്ള കുറച്ചു കാലം പിന്നെ ആകാശം ഉണ്ടായില്ല, പിന്നെ വഫാത്തിന് മുമ്പ് ആകാശം അങ്ങനെ ഒട്ടിച്ചാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കാരണം അതൊക്കെ റസൂല കഴിയും. റസൂല അത്രയും വലിയ ആളാണ് മുസ്തഫ നബി. ആകാശമൊക്കെ എന്ത് ചുക്കടോ നബിയിലേക്ക് ചേർത്താൽ. മനസ്സിലായില്ലേ? റസൂലൊക്കെ എന്ത് നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഭൂമി ഒരു ചുമട് പ്രശ്നമില്ല. എന്ത്
കഅബയെ ചുറ്റുവാൻ കുതുബാണോരെല്ലാരും കഅബ തവാഫെന്നെ താൻ ചെയ്യുമെന്നോർ. എല്ലാവരും കഅബയെ തവാഫ് ചെയ്യും, എന്നെ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യും. എന്ത്? എനിക്ക് നന്ദി ഉറപ്പാ, അതൊന്നുമല്ല. എന്ത് മുഹമ്മദിയത്തല്ലടോ ഈ ആളിലുള്ളത്? മുഹമ്മദിയത്തിലേക്ക് ചേർത്ത കഅബ എന്ത് എന്ത് നിങ്ങൾക്കല്ലടാ ഇതൊക്കെ. ഇത് ആലോചിക്കാതിരിക്കുമ്പോൾ ഇത് വലിയതായിട്ട് തോന്നുന്നത്. കഅബ വലിയതല്ലേ? വലിയതല്ലേ എന്ന് പറഞ്ഞാൽ ചെറിയത് അതിൻ്റെ അടിയിൽ ഇറങ്ങിയ വലിയതാണ്, മൊത്തത്തിൽ വലിയതല്ല. മൊത്തത്തിൽ വലിയ റസൂലാണ്. അല്ലെങ്കിൽ കഅബനെ അഷ്റഫുൽ ഖൽഖ് ഇറങ്ങണം. ഖുത്ബി മരിച്ച ദിവസം കണ്യത്തിനോട് ആളുകൾ പറഞ്ഞപ്പോൾ കണ്യത്ത് പറഞ്ഞു അത്രേ, നെടുമ്പന വീണാൽ കുറുമ്പന നെടുമ്പന. അതിനോട് കേട്ടാൾ പറഞ്ഞതാ. അനുശോചന യോഗത്തിന് ദുആ മജ്‌ലിസിൽ പറഞ്ഞതാണ്. കണ്യത്ത് പറഞ്ഞു, നെടുമ്പന വീണാൽ കുറുമ്പന നെടുമ്പനയാണ്. നെടുമ്പന വീണാൽ കുറുമ്പന നെടുമ്പനയാവും. നെടുമ്പന ഉണ്ടായതുകൊണ്ടാണല്ലോ കുറുമ്പനായത്. നെടുമ്പന പോയാലോ പറയങ്ങായി. പിന്നെ കുറുമ്പനാണ് എന്ത്? റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് നോക്കിയാൽ കഅബക്ക് ആവലല്ല, അതിൻ്റെ അടിക്ക് നോക്കുമ്പോഴാണ് കഅബക്ക് വില. കഅബ വലിയതല്ലേ? ആണ്. പക്ഷെ റസൂൽ അതിനേക്കാൾ വലിയ ആളാണ്. മനസ്സിലായില്ലേ? ആ മുഹമ്മദിയത്തിന് ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു വ്യക്തി, ആ മുഹമ്മദിയത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ മുത്തിയോയും ആ മുഹമ്മദിയത്ത് കൊണ്ട് ആ കാലത്ത് ഫായിസായ ഒരു മനുഷ്യനെ കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ? മനസ്സിലായില്ലേ? ഇതൊക്കെ എനിക്കുറപ്പാ, എനിക്കതുറപ്പാ. കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അത്തനകൾ വലിയ ആളാ. അള്ളാഹു ഒരു ദറജ കൊടുക്കട്ടെ. അപ്പൊ സുകാരാ ബിലാ ഇസ്മിൻ വഗൗലിൻ വഗൗലിൻ ഫയാലഹും സഫാ വഖ്തുഹും വൽ മുൽകു കാന കബീറാ. അർത്ഥം വെക്ക്. സുക്കാറ, ഞാൻ മദ്യമൊഴിച്ചിട്ട് കുടിക്കുന്ന മതോമത്തന്മാർ അവർ ഉന്മാദികൾ തന്നെയാണ്. ബിലാ ഇസ്മിൻ, കള്ളുകുടിയന്മാർ എന്ന പേരില്ലാതെയും കുടിക്കുന്നത് കള്ള് എന്ന പേരല്ലാതെയും വഖൗലിൻ, അതിൻ്റെ പേരിൽ ഒരു തലവേദനയോ തല ചുറ്റലോ തല പെരിക്കലോ ഇല്ലാതെയും എന്നല്ല. ഫയാലഹും, ഞാൻ കള്ളൊഴിച്ച് ഞാൻ മുഹമ്മദി മദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുടിക്കുന്ന എൻ്റെ കീഴിലുള്ള ആശിഖീങ്ങളുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. എന്താണ് അവരുടെ അത്ഭുതം? സഫാ വഖ്തുഹും, അവരുടെ സമയം സ്ഫുടമായിട്ടുണ്ടല്ലോ. അവർ വലിയ സ്ഫുടമായ ഒരു സെക്കൻഡും അവർക്ക് നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. എന്നല്ല, വൽ മുൽകു കാന കബീറാ, മുൽക്കും അവർക്ക് ലഭിക്കുന്ന അധികാരം, ലഭിച്ചിട്ടുള്ളതും ലഭിക്കാനുള്ളതുമായ അധികാരങ്ങൾ കാന കബീറ, വളരെ വലുതാണ്. അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആശക്കയങ്ങളിൽ അല്ലാഹു നമ്മളെയും ചേർത്ത് തരട്ടെ. അല്ലാഹു നമ്മളെ ആശക്കയങ്ങളിൽ ചേർത്ത് തരട്ടെ. രണ്ട് വാക്ക് പറയാനുള്ളത്, നമ്മുടെ കപ്പിൾസ് മീറ്റ് വരുന്നുണ്ട്. ദമ്പതിമാർക്ക് ദമ്പതിമാരാണ് ആദ്യം നേരാവേണ്ടത്. നേരെ കുട്ടികളെ നന്നാക്കാൻ കഴിയുള്ളൂ. വീട്ടിൽ സന്തോഷമില്ലാതെ കുട്ടികളെ നന്നാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള ചില രഹസ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പറയൂല. ചില രഹസ്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം സുദൃഢമാക്കലാണ് അത്യാവശ്യം. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച ഇവിടെ ഇരുന്നാൽ എനിക്ക് ചില വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഈ പല വീടുകളും ഡിസോർഡറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല വീടുകളും ഒറ്റ കാറിലാണ് രണ്ടാളും വന്നത്, പക്ഷേ ഡിസോർഡറാണ്. അപ്പം ഞാൻ അതിന് ചില ഒറ്റമൂലികൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് അത്ഭുതകരമായ ഒറ്റമൂലികളുമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ നിബന്ധന, കപ്പിൾസേ വരാൻ പാടുള്ളൂ, ദമ്പതിമാരെ വരാൻ പാടുള്ളൂ. ആ ദമ്പതിമാർ വരണം. ദമ്പതിമാരോട് ചില രഹസ്യങ്ങൾ ഞാൻ പറയും. അപ്പോൾ പിന്നെ എൻ്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു എന്നൊന്നും ചോദിക്കരുത്. അത് പലതും എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ ചില കാര്യങ്ങൾ, ഭാര്യ ഭർത്തൃ സുദൃഢമാകാനുള്ള രഹസ്യ കാര്യങ്ങൾ ഞാൻ പറയും. അതിനാണ് കപ്പിൾസ് മീറ്റ്. അതൊരിക്കലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ വിടൂല. രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എത്ര ആൾ വന്നാലും അവർക്കതിൽ ചാൻസ് ഉണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. രഹസ്യമായ ചില വീട്ടിൽ നേരം വിളിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷിച്ച് നിൽക്കുന്ന അവസ്ഥയിലെ ആ വീട്ടിലെ കുട്ടികൾ നന്നാവുള്ളൂ.
ബാപ്പാക്കും ഉമ്മാക്കും തമ്മിൽ ശരിയില്ലെങ്കിൽ ആ കുട്ടികളെ തെർബിയത്ത് ചെയ്യാൻ ഉമ്മാക്കും ബാപ്പാക്കും കഴിയില്ല. ഒരു വീട് നന്നാകലിൻ്റെ അടിസ്ഥാനം ഉമ്മയും ബാപ്പയും ഭയങ്കര ഐക്യത്തിലും ബന്ധത്തിലുമാകുന്ന അത് ഇന്ന് ഡിസോർഡറാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാ. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്, പലതും ഉണ്ട്, സെക്സ് അടക്കം. അതൊക്കെ ഞാൻ പറയും, എല്ലാം പറയും. ഉസ്താദ് എന്തെങ്ങനെ ലജ്ജയില്ലാതെ ചില കാര്യങ്ങൾ ലജ്ജയില്ലാതെ പറയേണ്ടി വരും. ഇപ്പോൾ ഹബീബ റസൂലുള്ളാഹിന്റെ സെക്സ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അത് ആയിഷ ബീവി ലജ്ജയോടുകൂടെ നോക്കിക്കാണെങ്കിൽ ലോകത്തിന് ഇൽമ കിട്ടും. സെക്സ് ഒരു ഇൽമല്ലേ, എല്ലാം പറയും. ഭർത്താക്കന്മാരുണ്ടാകാതെ ഭർത്താക്കന്മാർ ഗൾഫിലായിട്ട് ഭാര്യമാർ വരാൻ പാടില്ല, അതിന് വരാൻ പാടില്ല. അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് 2 മാസത്തിനുള്ളിൽ നാട്ടിൽ എത്തും എന്ന് അവൾക്ക് ഉറപ്പ് വേണം. അങ്ങനത്തെ പെണ്ണുങ്ങൾ അല്ലാതെ വരാൻ പാടില്ല. ആണുങ്ങൾക്ക് ഭാര്യമാരില്ലേ, അവരാ ക്ലാസ് വെക്കാൻ വരാൻ പാടില്ല. 60 വയസ്സിൻ്റെ മുകളിലുള്ള ദമ്പതിമാർ വരാൻ പാടില്ല. അവർക്ക് പറഞ്ഞു തരാണ് എൻ്റെ ഇൽമൊന്നും അല്ല ഇതൊക്കെ നമ്മളൊരു 10 കൊല്ലം മുമ്പ് അറിയേണ്ടിയിരുന്നെന്ന് പറഞ്ഞ് മേപ്പോട്ട് നോക്കിയിട്ട് കാര്യമല്ല. അവരോട് അങ്ങനത്തെ പറയില്ല. അത് സെക്സ് അടക്കം പറയും. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പറയും. സോഷ്യൽ മീഡിയയിൽ വിടൂല. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിടാവുന്ന വിജ്ഞാനവും അല്ല. കപ്പിൾസ് നിർബന്ധമായും ഇന്ന് മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ജംഷി എന്തായി അതിൻ്റെ ഓക്കെ അല്ലേ? ഇന്ന് മുതൽ കപ്പിൾസ് മീറ്റിൻ്റെ ഡിസംബർ 27-നാണ്. ആൾക്കനുസരിച്ച് നമ്മൾ ഓഡിറ്റോറിയം വലുതാക്കും. ഒരു 5000 ആളെങ്കിലും വരണം എന്നാണ്. അത് അത്രയും വലിയ രഹസ്യമാണ്. വീട്ടിലെ പ്രശ്നം ഇൻഷാ അള്ളാഹ് നമുക്ക് തീരും. ഇൻഷാ അള്ളാഹ് അത് ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണ് ചില വിവരങ്ങൾ. ഇപ്പം നമ്മൾ ഓഷോൻ്റെ പുസ്തകം നോക്കുകയാണ്. എന്ത് ഭാര്യ ഭർത്തൃ ബന്ധം സുദൃഢമാവാൻ വേണ്ടി. പടച്ചോനെ വിശ്വസിക്കാത്ത ഓഷോൻ്റെ പുസ്തകം എന്തിനാണ് അജി നോക്കണം? ഇസ്ലാമിലുണ്ടല്ലോ ചില നിയമങ്ങളൊക്കെ. ഞാൻ പറഞ്ഞുതരാം, രഹസ്യമായി പറഞ്ഞുതരാം. ബാപ്പ ഉമ്മ രണ്ടാൾക്കും 60 വയസ്സിൻ്റെ താഴെയാണ്. മകനും മരുമോളും അവർക്കും 60, പിന്നെ അതിൻ്റെ താഴെ ആയിരിക്കുമല്ലോ. എന്നാലും 4 കൂടി ഒരു വണ്ടിയിൽ വരണ്ട. കാരണം ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ സുഖത്തിൽ ആവൂല. ബാപ്പയും ഉമ്മയും വന്നോട്ടെ, ഒരു വേറെ സൈഡിലിരുന്നോട്ടെ, ഭാര്യയും ഭർത്താവും വേറെ സൈഡിലിരുന്നോട്ടെ. എല്ലാം കൂടി ഒരു വണ്ടിയിൽ വന്ന് പോകുമ്പോൾ പിന്നെ ഒരിക്കൽ ലജ്ജ തോന്നും. ഒരു തമ്മിൽ മുണ്ടാൻ കഴിയില്ല. രാജാതി വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യം അതൊക്കെ ഒന്ന് ക്ലിയറാക്കണം. എല്ലാം ഇൻഷാ അള്ളാഹ്. സെക്സ് അടക്കം ഞാനതിൽ പറയും ഇൻഷാ അള്ളാഹ്. എന്തുകൊണ്ട്? നിങ്ങളെ ഉസ്താദ് ഞാനാണ്. നിങ്ങളെ കാര്യം ശരിയാക്കി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്കതൊക്കെ പടച്ചോൻ വിവരം തന്നതുമാണ്. ഞങ്ങളെ കൂട്ടത്തിൽ അതിന് വിവരമുള്ള ആളുമാണ്. ഒക്കെ വിവരമുള്ള ആളാണ് ഇൻഷാ അള്ളാഹ് റബ്ബിൻ്റെ സഹായത്താൽ. മുസ്ലിം സമുദായത്തിൽ ഒരു ഓഷോൻ്റെ ഇൽമ പറയാൻ കഴിയും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ എന്നെ നോക്കിക്കളി, അത് ഞാനാണ്. അത് റബ്ബിൻ്റെ തൗഫീഖാണ്. എങ്ങനെ കിട്ടി നിങ്ങൾ ചോദിക്കണ്ട, എനിക്കെങ്ങനെയും കിട്ടും. പക്ഷെ ആ ക്ലാസ്സിന് വരണം, ഭാര്യയും ഭർത്താവും വരണം. എന്നിട്ട് വീട് ക്ലിയറാക്കുക. നേരം വെളുത്താലും അല്ലേ, നേരം വെളുത്താൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സുഖമില്ലെങ്കിൽ ആ പോരെങ്ങനെ നന്നാവുക? ബസ്സിന് പോകാൻ പൈസ ഇല്ലാന്ന് കുട്ടികളാണ്. തന്ത എന്താ പറയുക? തന്തേത് അപ്പുറത്ത് തന്തോട് ചോദിക്കും. ഞാനാ എൻ്റെ തന്ത പറയാറില്ലേ? എന്താ കാരണം? ഓൾ തലേന്നുള്ള ബന്ധം ശരിയില്ല. എല്ലാം ശരിയാകണം. ഒരു മനുഷ്യന് എല്ലാം കണ്ണിന് വേണ്ടി കണ്ണിന് കിട്ടണം. കണ്ണിന് വേണ്ടി കണ്ണ് കിട്ടണ്ടേ? ഇതാ നളർത്തഹാ സർറത്തുക. നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. അപ്പൊ കണ്ണിന്റെ അവകാശമാണ് എന്ത്? സൗന്ദര്യം നോക്കുക. ആരെൻ്റെ പെണ്ണുങ്ങളല്ല പറയാങ്ങായി ഇങ്ങനെ ദിക്റും ചെയ്തി മേപ്പോട്ട് നോക്കിയാൽ നടന്നാൽ എൻ്റെ കുടുംബം നന്നാവും. അതിനുണ്ടടാ ഇൽമ്. ഇതാ നളർത്തഹ എന്താ പറഞ്ഞ അർത്ഥം വെക്ക്. അതിലൊക്കെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. പറയും ഇതാ നളർത്തഹ. നീ അവളെ നോക്കിയാൽ സർറത്തുക, ആ നോട്ടം തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലാവും. അപ്പൊ നിന്റെ കണ്ണിനൊരു അവകാശമുണ്ട്. എന്ത്? സൗന്ദര്യം എൻ്റെ ഓളെ നോക്കുക. ഓളിപ്പോ പോരാ, സൗന്ദര്യം കൂട്ടണ പണി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അപ്പണ്ണുങ്ങളെ തന്നെ സൗന്ദര്യം ഞാൻ കൂട്ടിക്കാണിച്ചു തരാം. അതിന്റെ അതിൻ്റെ കയ്യിലുണ്ടടാ. എൻ്റെ പേരെന്താ എനിക്കറിയോ? റഹ്മത്തുള്ള. എൻ്റെ പേരറിയോ? മമ്മദ് എന്നല്ലടാ എൻ്റെ പേര്. അയമോട്ടി എന്നല്ല എൻ്റെ പേര്, റഹ്മത്തുള്ള എന്നാണ്. അതാ പേരെന്നെ ഞാൻ അങ്ങക്ക് ഞാൻ ക്ലിയർ ആക്കി തരാം. എൻ്റെ ക്ലാസ്സിൽ വന്നവരെ കുടുംബം ഞാൻ ശരിയാക്കി തരാം ഇൻഷാ അല്ലാഹ്.
നിങ്ങൾ പ്രവർത്തിയാക്കിയാൽ മതി. നിങ്ങളെ ഭാര്യ എൻ്റെ ഭാര്യ ഞാനും തമ്മിൽ നല്ല കോലത്തിലല്ല എങ്കിൽ ആ കുടുംബം നന്നാവില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് ക്ലിയർ ആകണം. എന്നിട്ട് രണ്ടാം ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് തെർബിയത്തിലാവില്ല അത് പറഞ്ഞു തരിക. നിങ്ങൾ കുട്ടികളെ നന്നായിക്കോളൂ. എന്ത് കുട്ടികളെ നോക്കണത്? നിങ്ങളെ തമ്മിൽ സുഖമുണ്ടോ? അപ്പം ഇതൊക്കെ എല്ലാം മാറണം, എല്ലാം മാറണം. ഒരു മനുഷ്യന് ഭാര്യ ഉണ്ടെങ്കിൽ ഒരു പ്രായപൂർത്തിയും അയ മനുഷ്യന് സർക്കാർ നിയമം തന്നെ ഭാര്യ ഭർത്താവ് ഇവർക്കൊക്കെ തമ്മിൽ നിയമങ്ങളില്ലേ? ആ നിയമം പാലിക്കണ്ടേ? അപ്പോൾ വീട് ശരിയാക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് വേറൊരാൾ കയറി വരും. ആണോ അല്ലേ? നിങ്ങൾ സ്വഫ് നേരെയാക്കണം എന്ന് റസൂൽ പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? നിങ്ങൾ സ്വഫ് അണിയൊപ്പിച്ച് നിന്നിട്ടില്ലെങ്കിൽ ബടവുക്ക് ആര് കയറും? പിശാച് കയറും എന്ന് ഹബീബാ നബി പറഞ്ഞില്ലേ? നിങ്ങൾ ഭാര്യയും ഭർത്താവും നന്നായിട്ടില്ലെങ്കിൽ അവിടെ വേറൊരു കോന്തം കയറും. എന്തേ കയറൂലേ? പറയാ കയറുമല്ലേ? കഴിഞ്ഞില്ലേ? കുടുംബം കഴിഞ്ഞില്ലേ? പിന്നെ ഓള് കുടുങ്ങിയിട്ട് എൻ്റെ ഒപ്പം നിൽക്കും. ഇപ്പം അയൻ്റെ കയ്യിൽ ഞാൻ പെട്ടുപോയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് എന്തിനാ കേട്ടത്? ഇജ് നല്ലോനാണെങ്കിൽ എടാ ഓള് ഫോൺ എടുക്കൂല. ആണോ അല്ലേ? ഓള് സോഷ്യൽ മീഡിയയിൽ വേറെ ആളെ നോക്കൂല. അപ്പം ഇതൊക്കെ ലെവലാക്കണോ വേണ്ടേ? പറയും, ഇത് ലെവലാക്കണോ വേണ്ടേ? അതിനാണ് കപ്പിൾസ് മീറ്റ്. കപ്പിൾസ് മീറ്റ് പറഞ്ഞാൽ കുടുംബസംഗമല്ല. ഞാൻ പലരും തിരുത്തി. നമ്മളെ കുടുംബസംഗം എന്നാണ് ചില ആളുകൾ. കുടുംബസംഗമല്ല, കപ്പിൾസ് മീറ്റാണ്, ദമ്പതിമാരുടെ മീറ്റിംഗ്. അപ്പം ദാമ്പത്യ ബന്ധം സുദൃഢമാക്കാൻ എന്ത് ചെയ്യണം എന്ന് അതിൽ പറയും. വളരെ രഹസ്യം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പറഞ്ഞുതരും. അതിൽ ശരിയാവുന്നതേ ഉള്ളൂ. അതിന് ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരും. ആ ടിപ്സ് ഈ ഭൂഗോളത്തിൽ ഒരാൾക്ക് നിങ്ങൾക്ക് കിട്ടാത്ത ടിപ്സുകൾ പറഞ്ഞുതരും. പോരെ? ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അള്ളാഹിൻ്റെ തൗഫീഖിനാൽ ഇൻഷാ അല്ലാഹ്. അപ്പം അതിനു വേണ്ടി അധ്വാനിക്കണം. 10,000 ആള് വന്നാലും അവരെ കൊള്ളുന്ന ഓഡിറ്റോറിയം നമ്മൾ വലുതാക്കും. കുടുംബം എപ്പോഴും അത് സോഷ്യൽ മീഡിയ മാന്തിയിട്ട് കാര്യമല്ല, കൊടുക്കൂല. കാരണം പുറത്ത് കൊടുക്കാൻ പറ്റൂല. ഇത് രഹസ്യ വിവരമാണ്. അതിന് വേണ്ടി ആണുങ്ങൾ ഗൾഫിലുണ്ടോ വരാൻ പറയും. പേരേക്ക് ഡിസംബർ 27-ാം തീയതി നാട്ടിലെത്തുക, 26-ാം തീയതി നാട്ടിലെത്തുക. രണ്ടാളും കൂടി ഒന്നിച്ചു വരിക. ഭാര്യയും ഭർത്താവും. ഭർത്താവില്ലാത്ത ഭാര്യമാർ വരണ്ട, ഭാര്യ ഇല്ലാത്ത ഭർത്താവുമാരും വരണ്ട. ബാച്ചിലർമാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, ഒരു വരണ്ട. ഒരു മക്കത്തേക്ക് ഉംറക്ക് പോയിക്കോളി. ഇതിന് വരണ്ട. എന്നിട്ട് അവിടെ പോയി പറഞ്ഞോളി. ഇവിടെ വരണമെങ്കിൽ ഭാര്യ ഉണ്ടാകണം നിർബന്ധം. അല്ലെങ്കിൽ അവൻ്റെ കല്യാണം നിശ്ചയിക്കണം. 2 മാസം 3 മാസത്തിനൂടെ കല്യാണം നടക്കുകയാണെങ്കിൽ മാത്രം എൻ്റെ ക്ലാസ്സിന്. എന്തുകൊണ്ട്? അത് ഞാൻ അത്തരം കാര്യങ്ങൾ വേറെ ദോഷത്തിനും മനുഷ്യനെ മാറ്റും. തിരിഞ്ഞില്ല. ഈ വിവരം മനുഷ്യനെ വ്യഭിചാരിയാക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അങ്ങനത്തത് ഭാര്യ കൂടെ അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ല, ഭർത്താവ് കൂടെ അല്ലെങ്കിൽ കേൾക്കാൻ പാടില്ല. ഇതൊക്കെ ദീനാണോ അല്ലേ? പറയാ, ദീനാണോ? ഇത് ദീനല്ലേ? ഇതും ദീനല്ലേ? ദീനാ നിസ്കാരം നോമ്പ് മാത്രം. അങ്ങനെ നിസ്കരിച്ചിറന്നാൽ നിസ്കരിച്ച് നേരം വൈകിട്ട് പെണ്ണുങ്ങളെടുത്തേക്ക് പോത്തതിന് ആട്ടിയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു സ്വഹാബി ആട്ടി ഞങ്ങളോട് പറഞ്ഞില്ലേ, പോടെ പെരീക്കെന്ന് പറഞ്ഞില്ലേ? നമ്മളെ പോര നന്നാകണം. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല പെണ്ണ് എൻ്റെ ഭാര്യ നിനക്ക് തോന്നണം. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല ഭർത്താവ് എൻ്റെ ഭർത്താവാണ്. ഇന്ന് നേരം വെളുത്തിട്ട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവങ്ങളാണ്. ഇന്ന് നേരം വെളുത്തിട്ട് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സുബൈനേഷം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവങ്ങളാണ്. അതെന്താ? ഓൾക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. എൻ്റെ ഭാര്യക്ക് അങ്ങനെ അനുഭവപ്പെടണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാഹുമ്മ അഷ്ഹദ്, ഇന്ന് സുബഹിൻ്റെ ശേഷം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവങ്ങളാണ്. അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. എന്താ പെരുമാറ്റം അങ്ങനെയാണ്? ഇതൊക്കെ ഇത് ഞങ്ങൾക്കും പഠിപ്പിച്ചു തരണോ വേണ്ടേ? എന്നാൽ അത് പഠിപ്പിച്ചു തരാം. നിങ്ങളിങ്ങനെ മേപ്പെട്ട് ഭയങ്കര നടന്നാൽ പോരാ, ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് നിറഞ്ഞ ഉസ്താദാണ്. ഞാൻ നിങ്ങൾ വിചാരിച്ച മൂല്യരല്ല, ഞാൻ നിങ്ങൾക്ക് നിറഞ്ഞ ഉസ്താദാണ്. എനിക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളതൊക്കെ എൻ്റെ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ സദസ്യർക്ക് ഉപകരിക്കണം. നിങ്ങളെ പോരാ നന്നാകണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാം നമ്മൾ നന്നായ നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരാൻ പാഞ്ഞു വരുവർ. എന്തുകൊണ്ട്? പെരയിൽ ബാപ്പയും ഉമ്മയും തമ്മിൽ മുണ്ടൂലെങ്കിൽ ആ കുട്ടികൾക്ക് പോരേക്ക് വരാൻ അന്തസ്സുണ്ടടാ.
എന്താണ് ഇതൊക്കെ വിചാരിച്ച്? ആ കുട്ടികൾ സ്കൂൾ വിട്ട് മുകളിൽ മണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഉമ്മാനെ കണ്ട ബാപ്പാനെ കണ്ട മാതിരിയാണ്. ബാപ്പാനെ കണ്ട ആണോ അല്ലേ? ഒരു സന്തോഷം, ഒരു മധുരടാത്ത ചായപ്പൊടിൻ്റെ വെള്ളേ നമ്മളെയൊക്കെ കുട്ടിക്കാലത്തുള്ളൂ. എന്നാലും പുരയിൽ വന്ന അമ്മയും ബാപ്പയുള്ള സന്തോഷം ഭയങ്കര. അതിൻ്റെ സന്തോഷം അമ്മക്ക് ഭയങ്കര. തിന്നല്ല, പക്ഷെ ജീവിതം വീട് സ്വർഗ. ഇന്ന് എൻ്റെ വീട്ടിൽ എന്തും മന്തിയും കുന്തിയും ഒക്കെ ഉണ്ട്. എന്തില്ല പറടാ, സന്തോഷമല്ല. എൻ്റെ കുട്ടിയൊക്കെ എന്ത് ആരോഗ്യമുള്ളത്? എൻ്റെ അനക്കും എൻ്റെ പെണ്ണുങ്ങൾക്കും മാനസിക ആരോഗ്യം ഉണ്ടായാലല്ലേ എൻ്റെ കുട്ടികൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹല്ലേ? അച്ഛനെയും അമ്മയെയും തൻ്റെ കുട്ടിക്കാലത്തെ തിക്താനുഭവം കൊണ്ടാണ് ലോക ചരിത്രം കണ്ട ഒരു ക്രൂരനുണ്ടായത്. അതാരാന്നറിയോ? ആരാ? അഡോൾഫ് ഹിറ്റ്ലർ. വീടിന്റെ ദുരനുഭവത്തിൽ നിന്നുണ്ടായ മോനാണ് ആര്? ഹിറ്റ്ലർ. വീട് സ്വർഗമായിരുന്നെങ്കിൽ ഹിറ്റ്ലർ ഉണ്ടാവില്ല. വെറുതെ ഞങ്ങൾ വിചാരിച്ച മൂല്യരല്ല ചങ്ങായി, ഞങ്ങളെ ഉസ്താദാണ്. എന്തിനും നിങ്ങളെ കടപ്പറയും ഞാൻ ലെവലാക്കി തരാം ഒക്കെ ഇൻഷാ അല്ലാഹ്. ആ വിവരമൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ നിങ്ങൾ അതിന് വരണം. ഇന്ന് മുതൽ രജിസ്ട്രേഷൻ ചെയ്യണം. 10,000 കപ്പിൾസ് പറഞ്ഞാൽ 5,000 ആയിക്കോട്ടെ, ഇനി 20,000 ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടാമത്തെ വിവരം പറയില്ല, പിന്നെ കളകളകളാന്നൊന്നും ചോദിക്കരുത്. അതിനൊന്നും പറഞ്ഞിരുന്ന പണി എനിക്കില്ല. എപ്പോഴും തൊള്ളിയിൽ തോല് മാറ്റിച്ചാണ് കുറച്ച് വർത്താനം പറയുമ്പോൾ പിന്നെയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒറ്റോട്ടേ പറയുള്ളൂ. അത് അവിടെ സദസ്സിൽ വന്ന് അന്ന് ഭക്ഷണത്തിന് വരെ നമ്മൾ ഭക്ഷണം പാക്ക് ഏൽപ്പിക്കും. എന്തുകൊണ്ട്? സംഘാടകർക്ക് പണി ഉണ്ടാക്കൂല. മനസ്സിലായില്ല? അങ്ങനെ തന്നെയല്ലേ മാഷെ? ഭക്ഷണത്തിൻ്റെ കണ്ടെയ്നർ ഏൽപ്പിക്കും. നേരത്തിന് ആ ടീം വന്നിട്ട് ഭക്ഷണം തരും. സംഘാടകർക്ക് വരെ ആ പണി ഉണ്ടാവില്ല. വെള്ളം ഏരിയയിൽ വെക്കും. സംഘാടകരും കേൾക്കണം, കാരണം ഓൻ്റെ പരാന്നാണ്. നമ്മൾക്ക് നമ്മൾ മനസ്സിൻ്റെ ആരോഗ്യം ആണോ അല്ലേ? രോഗം ശരീരത്തിനല്ലേ എങ്ങായി? എന്തിനാ? മനസ്സിനാ. എൻ്റെ പെണ്ണുങ്ങൾ ഉച്ച തമ്മിൽ സുഖം ഉണ്ടെങ്കിൽ എന്ത് രോഗം എങ്ങായി? അതാദ്യം പുരയിൽ സുഖമില്ല. അതാണ് ആ കുടുംബം നാശം, കുട്ടികൾ നാശമായി. ഒക്കെ കാരണം അതാണ്. അപ്പം അതൊക്കെ ഒന്ന് ലെവലാക്കണം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. എല്ലാവരും വരണം. എല്ലാം എഴുതി ചോദിക്കാം, അതും പറഞ്ഞു തരും. നിങ്ങൾ പേടിക്കണ്ട. ഇനി പേഴ്സണൽ അത് കഴിഞ്ഞിട്ട് ഒരു ഭാര്യക്കും ഭർത്താവിനും ഒറ്റയ്ക്ക് എന്നോട് പറയണോ? നിങ്ങൾ ഉസ്താദല്ലേ, നിങ്ങൾക്ക് എന്നോട് പറയാം. അത് പറയാം, അതും പറയാം. നിങ്ങൾ ഉസ്താദല്ലേ ഞാൻ, അപ്പം നിങ്ങൾ സ്വകാര്യം പറയാം. ഞങ്ങളെ ബന്ധം എങ്ങനെയാണ്, അത് ലെവലാവണില്ല, ഇങ്ങനെ വിഷയമുണ്ട് പറയും. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് വീട് നന്നാക്കണം, കിടപ്പറ നന്നാക്കണം. എന്നിട്ട് കുട്ടി നിസ്കരിക്കും, നോമ്പ് വിൽക്കുക, നേരം വിൽക്കുക. അങ്ങനത്തെ ഭാര്യ ഭർത്താവും കൂടി സന്തോഷിച്ച് 4 മണിക്ക് എണീറ്റ് സന്തോഷിച്ച് രണ്ടാളും ഒരു പായയിൽ തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ വീട്ടിലേക്ക് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ലേ? ആ കുട്ടികൾ ഇങ്ങനെ എണീക്കണമെന്ന് പറഞ്ഞാൽ ആ വാക്കിനൊരു സ്വരം ഭംഗിയില്ലേ? എൻ്റെ പോക്കറ്റിലെ പൈസ അങ്ങോട്ട് എടുത്തോളെ കൈ കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ? പക്ഷേ ഇജ് കെട്ടിപ്പൂട്ടി വെക്കുകയാണ്. ഓക്കെ എൻ്റെ പൈസ എടുക്കാൻ പേടിയാണ്, കാരണം ചീത്തൊക്കെ കണക്കുണ്ടാവില്ല. ഇജും ഓളും തമ്മിലെ ബന്ധം സുദൃഢമാണെങ്കിൽ എൻ്റെ പോക്കറ്റിലെ പൈസ ആരുടേതാണ്? ഓൾ തന്നെയല്ലേ? ഓക്കെ, എന്തെടുത്തോളൂ ആണല്ലോ. ഞമ്മക്കായിട്ട് സ്വന്തം എന്തെങ്കിലുണ്ടോ? ആ രൂപത്തിൽ വീട് ബിൽഡ് ചെയ്യണം. എൻ്റെ ക്ലാസ്സിൽ വരുന്നവരുടെ ദാമ്പത്യം ഇൻഷാ അല്ലാഹ് ഞാൻ ശരിയാക്കി തരാം. ഇൻഷാ അല്ലാഹ് റബ്ബിനോട് നിങ്ങൾ ദ്വാരക്കുകയും അന്ന് നമുക്കൊരു ഫലം ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ആ പരിപാടിക്ക് വരണം. പരമാവധി ആളുകളെ അതിൽ കൊണ്ടുവരികയും വേണം. അല്ലാഹു തആല ദമ്പതിമാർ എല്ലാവരും 1000 ഉറുപ്പ്യൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. 1000 ഉറുപ്പ്യ. കാരണം എൻ്റെ കയ്യിൽ 10 പൈസല്ല. സംഘാടകരും ഫക്കീറന്മാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം. മനസ്സിലായല്ലോ? എന്നും മനുഷ്യന്മാരോട് തെരിയും എന്ന് പറയാൻ പാടില്ല. നിങ്ങളെ ഭക്ഷണം, മറ്റുള്ള പാർട്ടിസിപ്പേഷൻ, മൊത്തത്തിൽ നിങ്ങൾ ഒരു കപ്പിളിന്, അതായത് ഭാര്യക്കും ഭർത്താവിനും കൂടി 1000 ഉറുപ്പ്യ. ഇനി ഒരു കുടുംബത്തിൽ പറ്റ ദരിദ്രരാണ്, 1000 ഉറുപ്പ്യ അവർക്ക് കൊടുക്കാൻ കഴിയില്ല, അത്രയും കടത്തിലാണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ഇന്നെ വന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ അതിന് ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ടോ, അവർക്കൊരു മെസ്സേജ് അയക്കുക, എന്നെ ഒന്ന് കാണുക. എല്ലാവരും ഒരു മെനക്കെടരുത്, 1000 ഉറുപ്പ്യ തരണം, എന്നാലിത് നടക്കുള്ളൂ. 1000 ഉറുപ്പ്യ ഒരു കപ്പിൾ ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്യുക? 1000 ഉറുപ്പ്യ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക.
എന്നിട്ട് അതിന് രാവിലെ മുതൽ വന്നങ്ങോട്ട് ഇരിക്കന്നെ, പ്രശ്നം ഇൻഷാ അല്ലാഹ് പരിഹരിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങളോട് 5000 ഉറുപ്പ്യ ചോദിച്ചാൽ നിങ്ങൾ തരേണ്ടി വരും. അങ്ങനത്തെ ക്ലാസ്സായിട്ട് ഇത് പൈസക്ക് വെക്കേണ്ട ക്ലാസ്സാണ്. ഇത് എനിക്ക് വേണ്ടി ചെയ്യല്ല. നിങ്ങൾ എന്ത് പൈസ തന്നിട്ട് ബാക്കി ഉണ്ടായാലും നമ്മുടെ ഈ 26ാം ജൂബിലി തീർന്ന നമ്മുടെ ഈ വർഷത്തിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ചിലവാക്കും. ഇക്കങ്ങളിലേക്ക് ഇനി ഇത് കഴിഞ്ഞാൽ യൂത്ത് മീറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കിഡ്സ് മീറ്റ് ഉണ്ട്. മനസ്സിലായില്ല? വെക്കേഷൻ കാലത്ത് നമ്മൾ 5 ദിവസമെങ്കിലും കുട്ടികളെ ഒരു റിസോർട്ടിലോ മറ്റോ ഇരുത്തിയിട്ട് 1000-1500 കുട്ടികളെ ഇരുത്തിയിട്ട് കൃത്യമായി കുട്ടികളുടെ സ്വഭാവം നന്നാക്കുക. അമ്മ ബാപ്പ വീട് അതൊക്കെ ബാക്കി ഉണ്ടാവില്ല, മാഷറെ ബാക്കി ഉണ്ടാവില്ല. പൈസ അങ്ങോട്ട് ആഡ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ അതന്നെ നിങ്ങൾ 1000 ഉറുപ്പ്യ തരണം. ഒരു ഭാര്യയും ഭർത്താവും കൂടി ദമ്പതിമാർ 1000 ഉറുപ്പ്യ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അത് രഹസ്യ വിജ്ഞാനങ്ങളാണ്, പരസ്യമല്ല. പിന്നെ എന്നോട് ഒന്ന് ചോദിക്കുകയും ചെയ്യരുത്. പിന്നെ അതിൽ വല്ല ഡൗട്ടും അത് കേട്ട് മനസ്സിലാക്കിയവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ചില വിജ്ഞാനങ്ങൾ ഞാൻ പാത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ അതിൽ പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഹൈറേ ഉണ്ടാകൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ ഇതും തന്നെ ഇത് നല്ല ലെവലാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.